ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സത്യത്തിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടല്ല. എനിക്കൊരു കാര്യം അത് ആരോടാ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും പോലീസിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോലീസിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അതിനെപ്പറ്റി അറിവുള്ളവരോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ക്വസ്റ്റ്യനൊരു ഉത്തരം തരണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എൻ്റെ ഈ കമൻറ്റിൽ നിങ്ങൾ ഒന്ന് ഇടണം. കാര്യം, ഞാൻ കൂമൻ എന്നുള്ള സിനിമ കണ്ടപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചതാണ് ഈ വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ അതെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. ഈ അടുത്ത് വീണ്ടും അതിൻ്റെ ഏതോ ഒരു ഭാഗം കാണാനിടയായപ്പോൾ എനിക്ക് തോന്നിയതാണ്. ആ കൂമൻ എന്ന സിനിമയിൽ ആസിഫ് അലിയുടെ റോള് എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരം ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ്. മാനസിക രോഗമുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം പോലീസിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കുകയും പോലീസിലിരുന്നു കൊണ്ട് തന്നെ കള്ളൻ്റെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളായിട്ടാണ് അതിൽ കാണുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിനൊരു മാനസിക രോഗമാണ്. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മോഷ്ടിക്കണം എന്നുള്ള ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാതെ പോയി മോഷ്ടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ പോലീസിൻ്റെ സെലക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഫിസിക്കൽ ട്രെയിനിങ്, അവരെ ഓടിച്ചു നോക്കുന്നു, ചാടിച്ചു നോക്കുന്നു, അങ്ങനെ ഭയങ്കര ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് സെലക്ഷൻ നടക്കുകയാണ് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പോലീസിൽ ആളെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മളിപ്പോൾ കിരീടം സിനിമയാണെങ്കിലും വേറെ പല സിനിമകളിലൊക്കെ മക്കളെ പോലീസിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛന്മാർ ട്രെയിൻ ചെയ്യുന്നതും, അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കും. വിക്രമാദിത്യനോ ആ സിനിമയിലും ഒക്കെ അവർ ബോഡി ഫിറ്റാക്കി വെക്കാനായിട്ട് ഭക്ഷണം കഴിക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും അങ്ങനെ ട്രെയിനിങ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയുടെ ഭാഗത്ത്. അല്ലാതെ നേരിട്ട് കണ്ടിട്ടുള്ളവരുണ്ട്. എന്തായാലും ഫിസിക്കൽ ട്രെയിനിങ് ഇങ്ങനെ ഫിറ്റ് ആയിരിക്കണം എന്ന് പോലീസിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കമ്പൽസറി ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ പോലീസിലും, അതായത് നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസുകാരെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ അവർ മാനസികമായി എത്ര പക്വത ഉള്ളവരാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ എടുക്കുന്നത് എനിക്കറിയത്തില്ല. അതിന് അധികാരപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു മനസ്സിൽ കിടക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം കൂമൻ എന്ന സിനിമയിലത്തെ പോലത്തെ പോലീസിൽ മാനസിക രോഗം ഉള്ളവർ അല്ലെങ്കിൽ മെൻ്റലി ഫിറ്റ് അല്ലാത്തവരുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിനെ എങ്ങനെയായിരിക്കും അത് ബാധിക്കുന്നത്, ഏതെല്ലാം വിധത്തിൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ സെലക്ഷൻ എടുക്കുമ്പോൾ മെൻ്റലി കൂടെ ഫിറ്റായ ആൾക്കാരെ വേണ്ടേ എടുക്കേണ്ടത്, അതോ ഇനി അങ്ങനെയാണോ എടുക്കുന്നത്, ആ സിനിമയിൽ അങ്ങനെ കാണിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ പോലീസിലും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗത്തിലൊക്കെ എടുക്കുമ്പോൾ അവരുടെ മെൻ്റൽ ഫിറ്റ്നസ്, അല്ലെങ്കിൽ അവർ മെൻ്റലി ഫിറ്റ് ആണ് എന്ന് വരുത്താൻ, അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അഥവാ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇനിയെങ്കിലും അതിലൊരു തീരുമാനം എടുക്കണ്ടേ എന്ന് എൻ്റെ ഒരു സംശയം ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ടും ഇത് കാണുന്നവരുമായിട്ടും ഷെയർ ചെയ്യുവാണ്. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് അറിയിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ആർക്കെങ്കിലും വ്യക്തമായ ബോധ്യമോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ പോലീസിൽ വർക്ക് ചെയ്യുന്നവരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും എനിക്കൊരു ആൻസർ തരാം. അപ്പോൾ എന്നെപ്പോലെ തന്നെ പല ആൾക്കാർക്കും ഇതിൽ സംശയം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു.